മകരമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷഡ്തില ഏകാദശി. ഭഗവാനേറെ പ്രിയപ്പെട്ട മാസമാണ് മാഘമാസം. മാഘസ്നാനത്തിനും ദാനത്തിനും ഒക്കെ വളരെ ശ്രേഷ്ഠമായ ഈ മാസത്തിൽ വരുന്ന ശ്രേഷ്ഠമായ ഏകാദശിയാണ് ഷഡ്തില ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എള്ളാണ് ഈ ഏകാദശി ആചരണത്തിൽ പ്രധാനം. 6 വ്യത്യസ്ത രീതിയിൽ എള്ളുപയോഗിച്ച് ഭഗവാനെ ഈ ദിവസം ആരാധിക്കണമെന്നാണ് പ്രമാണം. അപ്രകാരം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് സർവ്വസൗഭാഗ്യങ്ങൾ, അളവറ്റ ധനം, നല്ല ആരോഗ്യം, മോക്ഷം എല്ലാം ലഭിക്കുമെന്നാണ്. തിലദാനം ചെയ്യുക, തിലഹോമം ചെയ്യുക, തിലസ്നാനം ചെയ്യുക, തിലം നടുക, തിലഭക്ഷണം, ഇതൊക്കെയാണ് ആ 6 കാര്യങ്ങൾ. പിതൃപ്രീതിക്കായിട്ട് നമുക്ക് തിലഹോമം നടത്താം. രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിക്കുന്ന സമയത്ത് എള്ള് ചേർത്ത വെള്ളത്തിൽ തിലസ്നാനം ചെയ്യാം. തിലഹോമം നടത്താൻ ക്ഷേത്രത്തിൽ നമുക്ക് തിലഹോമം നടത്താം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭഗവാന് എള്ള് പായസം, നീരാഞ്ജനമൊക്കെ വഴിപാടായിട്ട് നടത്താം. അതുവഴി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അതിനുള്ള ഏറ്റവും നല്ല വഴിപാടാണ് ഏകാദശി ദിനത്തിൽ എള്ളുപായസം, നീരാഞ്ജന വഴിപാട് നടത്തുന്നത്. ഭഗവാന് നേദിച്ച വെളുത്ത എള്ള് നമുക്ക് പ്രസാദമായിട്ട് കഴിക്കുകയും ചെയ്യാം. അന്നേ ദിനം എള്ള് ദാനം ചെയ്യാം. എള്ളിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധിക്കുന്ന വസ്ത്രം, അന്നം, ചെരുപ്പ്, കുട, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം മതി നമ്മുടെ സകല പാപങ്ങളും വിട്ടൊഴിയാൻ എന്നാണ്. കൂടാതെ ഇനി ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും അവിടെ ഒന്നും നമുക്ക് ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ദൗർഭാഗ്യമോ ഉണ്ടാവില്ല. പൂർണ്ണമായ ആരോഗ്യമുണ്ടാകുകയും ചെയ്യും. അതേസമയം അന്നേ ദിനം നമ്മൾ ഏകാദശി വ്രതം കൂടി എടുക്കാൻ സാധിച്ചാലോ പുനർജന്മമില്ലാത്ത വിധം നമുക്ക് മോക്ഷവും നേടാൻ സാധിക്കും എന്നാണ്. എള്ള് അരച്ചിട്ട് നമ്മൾക്ക് കുറിയായിട്ട് തൊടാം. അതുപോലെ സർവൈശ്വര്യങ്ങൾക്കായിട്ട് നമുക്ക് ഭഗവാന് ആഹാരം, വസ്ത്രം ഇതൊക്കെ സമർപ്പിച്ചതിന് ശേഷം എള്ളിൻ്റെ കൂടെ അതൊക്കെ നമുക്ക് ദാനം ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ 6 രീതിയിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഷഡ്തില ഏകാദശി എന്ന പേര് തന്നെ വന്നത്. തിലം അല്ലെങ്കിൽ അഥവാ എള്ള് എന്ന് പറയുന്നത് അത്രയ്ക്ക് മാഹാത്മ്യമേറിയതാണ്. എള്ള് നടുന്നതിനുള്ള രീതി കൂടി പത്മമഹാപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ചാണകം, തിലം കൂടി ചേർത്തിട്ട്, എള്ള് കൂടി ചേർത്തിട്ട് 108 കുഞ്ഞുരുളകളാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഏകാദശി ദിനത്തിൽ രാവിലെ ജപപൂജാദികൾക്ക് ശേഷം ഇത് നടാം. പൂജ ചെയ്യുന്ന സമയത്ത് ഈ പൂജാ സാമഗ്രികളുടെ കൂടെ ഈ 108 ഉരുളകൾ കൂടി വയ്ക്കുക. അതിനുശേഷം പൂജകൾക്ക് ശേഷം നമ്മൾക്ക് ഇത് കൊണ്ടുപോയി നടാവുന്നതാണ്. ഓരോ തിലവും മുളച്ചു പൊങ്ങി എത്ര ശാഖകളുണ്ടാകുന്നുവോ അത്ര 1000 വർഷങ്ങൾ സ്വർഗലോകത്ത് നമ്മൾ പൂജിക്കപ്പെടും എന്നാണ് പത്മമഹാപുരാണം പറയുന്നത്. ഇതുതന്നെയാണ് ഷഡ്തില ഏകാദശി മഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത്. പണ്ട് ബ്രഹ്മചാരിണിയായ മഹാതപസ്വിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ, പക്ഷേ ദാനം ചെയ്യുന്നതിൽ അവർ പിശുക്ക് കാണിച്ചിരുന്നു. ഒരിക്കൽ ഭഗവാൻ തന്നെ നേരിട്ട് ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വരുന്നു. പാത്രം കാട്ടി ഭിക്ഷ ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടുകൂടി ഒരു മൺകട്ടയാണ് അവരിട്ട് നൽകുന്നത്. എന്നാൽ കാലം കഴിയവേ അവരുടെ ബ്രഹ്മചര്യ പ്രഭാവം കൊണ്ടും ഉപവാസവ്രതം കൊണ്ടും പൂജാകർമാദികൾ കൊണ്ടൊക്കെ ആ താപസി ഉടലോടുകൂടി മനുഷ്യരൂപത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിമനോഹരമായ താമസ സൗകര്യവും അവർക്ക് ലഭിക്കുന്നു. പക്ഷേ അതിനകത്ത് അന്നമോ വസ്ത്രങ്ങളോ ഒന്നുമില്ല. മഹാവിഷ്ണുവിൻ്റെ സമീപം ചെന്ന് കാരണം അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് ദാനത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത്. ഭഗവാൻ തന്നെ പരിഹാരവും പറഞ്ഞു കൊടുക്കും. ഷഡ്തില ഏകാദശി വ്രത പുണ്യം നേടുക എന്നതാണ്. അങ്ങനെ കാലാന്തരത്തിൽ അവർക്ക് ഷഡ്തില പ്രഭാവം കൊണ്ട് ധനധാന്യ സ്വർണ്ണ രജ വസ്ത്രാദികളെല്ലാം തന്നെ ആ ഭവനത്തിൽ ഉണ്ടാവുകയും മനുഷ്യ സ്ത്രീയായിട്ട് തന്നെ സ്വർഗത്തിൽ വസിക്കാനും അവർക്ക് സാധിച്ചു എന്നാണ് കഥ. ഇപ്രാവശ്യം ഈ പുണ്യ ഏകാദശി വരുന്നത് ജനുവരി 25-ാം തീയതി ശനിയാഴ്ചയാണ്. തില ഏകാദശിയും തില ദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മുഴുവൻ സമയവും ഹരിവാസരമായി കണക്കാക്കണമെന്നാണ്. അതുപോലെ നമ്മൾ അന്നേ ദിനം ചെയ്യുന്ന ജപപൂജാദി കർമ്മങ്ങൾക്കും ദാനങ്ങൾക്കും ഹോമങ്ങൾക്കുമെല്ലാം എന്നല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇരട്ടിയായിരിക്കും ഫലം. ഹോമോപവാസമൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലസിദ്ധി ഉണ്ടാകും. തിലദ്വാദശിയിൽ
ഏകാദശി പോലെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് ദ്വാദശിയെക്കുറിച്ചും പുരാണം വിവരിക്കുന്നത്. പ്രത്യേകിച്ച് തിലദ്വാദശിയിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതാണ് പൂജാമന്ത്രം. 6 തിലദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ തൻ്റെ കുലത്തോടുകൂടി സർവരെയും കൊണ്ട് സ്വർഗം പ്രാപിക്കുമെന്നാണ് ഫലം. അത്രയ്ക്ക് മാഹാത്മ്യമേറിയതാണ് ഈ ഏകാദശിയും ദ്വാദശിയും. നമുക്കറിയാം 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ദശമി, ഏകാദശി, ദ്വാദശി. ജനുവരി 24 വെള്ളിയാഴ്ച ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണെടുക്കുക. ഏകാദശി ദിനത്തിൽ ജനുവരി 25 അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കുക. പൂർണ്ണമായ ഉപവാസമാണ് ഫലം വിധി എങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ജലം മാത്രം കുടിച്ചോ ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും, അതായത് ധാന്യങ്ങളെല്ലാം ഒഴിവാക്കുക, പച്ചക്കറി മാത്രം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം, പഴനീര് അല്ലെങ്കിൽ ഇളനീരൊക്കെ കുടിച്ച് അങ്ങനെ വ്രതം അനുഷ്ഠിക്കുക. ജനുവരി 26 ദ്വാദശി ദിനത്തിൽ രാവിലെ 6:46-നും 9:05-നും ഇടയ്ക്കുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഉപവാസവ്രതം അവസാനിപ്പിക്കാം. ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ഊണാണ് വിധി. കൂടാതെ അന്നേ ദിനം പ്രദോഷം കൂടിയാണ്. ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 2:34 വരെയാണ്. അതായത് 26 വെളുപ്പിന് 2:34 വരെ. നേരത്തെ പറഞ്ഞതുപോലെ ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന ദിവസം മുഴുവൻ ഹരിവാസര സമയമായി കണക്കാക്കണം എന്നാണ് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും സർവൈശ്വര്യങ്ങളും നേടാനും സാധിക്കട്ടെ. ഇനി നമുക്ക് ശിലാഗരുഡൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? വിഷ്ണു ഭഗവാന്റെ വാഹനം, ഭക്തന്മാരിൽ അഗ്രഗണ്യനും ഒക്കെയാണല്ലോ ഗരുഡൻ. ഗരുഡനെക്കുറിച്ച് വളരെ നിഗൂഢമായ വിചിത്രമായ ഒരു കഥയുണ്ട്. ഭഗവാൻ നമ്മളിൽ നിന്ന് ദൂരെയാണ് എന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ ദുഃഖഭാരം വർദ്ധിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയാണിത്. കഥയല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടിൽ കുംഭകോണത്തിന് സമീപമുള്ള ദേശത്ത് മാണ്ഡവ്യ മഹർഷി കഠിന തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ലക്ഷ്മി ദേവി ഒരു കുഞ്ഞു ബാലികയുടെ രൂപം ധരിച്ച് വന്ന് എന്നെ സംരക്ഷിക്കണമെന്ന് ഋഷിയോട് പറയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ വളരെ വാത്സല്യത്തോടു കൂടി വളർത്തി വരികയാണ് ഋഷി. ഒരിക്കൽ വിഷ്ണു ഭഗവാൻ ഗരുഡൻ്റെ പുറത്തേറി അന്നു മുതൽ പ്രിയ പത്നിയെ കാണാത്തത് കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് അന്വേഷിച്ചിട്ട്. ഒടുവിൽ മഹർഷിയുടെ പർണശാലയിൽ ദേവിയെ കണ്ടെത്തുന്നു. മഹർഷിയോട് പുത്രിയെ വിവാഹം കഴിച്ചു തരണമെന്ന് പറയും. അന്നേരം മഹർഷി ഒരു വ്യവസ്ഥ വയ്ക്കും, കല്യാണം കഴിഞ്ഞാലും ഈ പ്രദേശം വിട്ടു പോകരുത്. അങ്ങനെ ഭഗവാൻ അത് സ്വീകരിക്കുന്നു, മംഗല്യം നടത്തുന്നു. അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് നാച്ചിയാർ പെരുമാൾ കോവിൽ. അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകുന്നു. അപ്പോൾ ലക്ഷ്മി ദേവിയെ കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചത് ഗരുഡനാണല്ലോ. അങ്ങനെ വിഷ്ണു ഭഗവാൻ തന്നോടൊപ്പം ക്ഷേത്രത്തിൽ വസിക്കാൻ ഗരുഡന് വരം നൽകി അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഗരുഡൻ്റെ വിഗ്രഹം നിർമ്മിക്കണു. സാളഗ്രാമ കല്ലുകൊണ്ടാണ് ഗരുഡൻ്റെ വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പം ഗരുഡ പ്രതിഷ്ഠയ്ക്ക് ഈ ശിലാഗരുഡന് കല്ലുകൊണ്ട് നിർമ്മിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ശിലാഗരുഡന് നിർമ്മിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ശില്പി ഗരുഡ വിഗ്രഹത്തിന് ചിറകുകൾ രൂപപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഗരുഡൻ പറന്നുയരും. വീണ്ടും അടുത്ത ഗരുഡ വിഗ്രഹം നിർമ്മിക്കും, അതും പറന്നുയരും. അങ്ങനെ അവസാനം നിരാശനായി ക്ഷീണിതനായി മാറി ശില്പി. അവസാനം ഒരിക്കൽ കൂടി വിഗ്രഹം നിർമ്മിക്കും. ചിറകുകൾ രൂപപ്പെടുത്തിയപ്പോൾ പറക്കാൻ തുടങ്ങി ഗരുഡൻ. അതിനെ കല്ലെറിഞ്ഞ് താഴെ വീഴ്ത്തുന്നു ശില്പി. ഭൂമിയിൽ പതിച്ച ഗരുഡൻ ശരി, ഇനി ഞാൻ പറക്കുന്നില്ല, ആ ഉദ്യമം ഉപേക്ഷിക്കുന്നു. തനിക്കായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് സ്ഥാനമുറപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഈ ശിലാഗരുഡൻ്റെ വിഗ്രഹം നാലമ്പലത്തിന് പുറത്തെ വേദിയിലേക്ക്, വാഹന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. അവിടെയാണ് ഭഗവാന്റെ രഥങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഘോഷയാത്രയ്ക്ക് മുൻപ് ഗരുഡനെ നല്ല വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അണിയിച്ച് അലങ്കരിക്കുന്നു. 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഘോഷയാത്രയാണ്. അവിടെയാണ് ഈ ആധുനിക ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാനാവാത്ത വളരെ നിഗൂഢമായ അത്ഭുതകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതായത് ശ്രീകോവിലിൽ നിന്ന് 4 പേര് കൂടിയിട്ടാണ് ഈ ഗരുഡ വിഗ്രഹത്തെ പുറത്തേക്ക് ഇറക്കുക. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ വിഗ്രഹത്തിൻ്റെ ഭാരം പെട്ടെന്നങ്ങ് വർദ്ധിക്കുകയാണ്. 4 പേരെന്നുള്ളത് 8 പേര് കൂടിയിട്ടാണ് ഈ വിഗ്രഹം പിന്നെ മുമ്പോട്ട് തള്ളുക. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഭാരം പിന്നെയും കൂടും. അപ്പോൾ 8 പേരെന്നുള്ളത് 16 പേര്.
പിന്നെയും പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് വാഹനം ഇതിൻ്റെ ഭാരം കൂടിക്കൂടി വരും. 16 എന്നുള്ളത് 32 പേരായി, 32 പേര് എന്നുള്ളത് അവസാനം 64 പേരാവും. വാഹന മണ്ഡപത്തിൽ എത്തിച്ചേരുമ്പോഴേക്കാണ് ഈ 64 പേരാവുക. അതേസമയം ഈ ഘോഷയാത്രയിൽ വിഷ്ണു ഭഗവാനും ഗരുഡനെ അനുഗമിക്കുന്നുണ്ട്. ഈ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഗരുഡൻ്റെ ശരീരം മുഴുവൻ വേർത്തിങ്ങനെ ഒലിക്കുമെന്നാണ് പറയുന്നത്. മൊത്തം വേർപ്പ് ചാലുകളുണ്ടാവും അത്രേ. ഒടുവിൽ ഘോഷയാത്ര ലക്ഷ്യപ്രാപ്തിയിലെത്തുമ്പോൾ, അതായത് വാഹന മണ്ഡപത്തിൽ ചെന്ന് അണയുമ്പോഴാണ് പ്രദക്ഷിണം നടക്കുന്നത്, വട്ടം ചുറ്റുന്നത്. അന്നേരം ദേവനും വാഹനവും ഭഗവാനും ഗരുഡനും പരസ്പരം ദർശിക്കും. ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് മടങ്ങുമ്പോൾ ഗരുഡൻ്റെ പുറത്താണ് ഭഗവാൻ ഇരിക്കുക. അതായത് ഗരുഡൻ ഭഗവാന്റെ വാഹനമാകുന്നത് അപ്പോഴാണ്. മടക്കയാത്രയുടെ ആരംഭത്തിലും ഇങ്ങനെ തന്നെയാണ്. 64 പേര് ചേർന്ന് വിഗ്രഹം വഹിക്കുന്നു. പിന്നീട് 32 ആവും, 16 ആവും, 8 ആവും. അവസാനം 4 പേര് മാത്രമായി ചുരുങ്ങി ഘോഷയാത്ര ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. തനിക്കായി നിർമ്മിച്ച ചിറകുകൾ ഉപയോഗിച്ച് ഗരുഡൻ പലപ്പോഴും യത്നിച്ചത് ഭഗവാനിൽ നിന്നും പറന്നകലാനാണ്. ഒരു കനത്ത പ്രഹരം കിട്ടുമ്പോഴാണ് ഭഗവാനോടൊപ്പം കഴിയാൻ ഗരുഡൻ സന്നദ്ധനാവുന്നത്. നമ്മുടെ അവസ്ഥ അതുതന്നെയല്ലേ? വർഷത്തിൽ 2 പ്രാവശ്യം ആഘോഷിക്കുന്ന ഘോഷയാത്രയിലും ഇത് നടക്കുമത്രേ ആ ക്ഷേത്രത്തിൽ. ഗരുഡൻ എന്താ സംഭവിക്കുന്നത്? ഈശ്വര സാന്നിധ്യം മറന്നുപോവുകയാണ്. ഭഗവത് വാഹകനായ ഗരുഡ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാലമ്പലത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ വിഷ്ണു ഭഗവാൻ കൂടെ ഉണ്ട്. പക്ഷെ ഗരുഡൻ അത് തിരിച്ചറിയുന്നില്ല. താൻ ഏകാഗിയാണ്, ഭഗവാൻ തനിക്കൊപ്പം ഇല്ല എന്നുള്ള ധാരണയിൽ ഭാരം വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? ബാഹ്യശക്തികളെ കൂട്ടുപിടിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പലരുടെയും ചുറ്റുമുള്ള ആൾക്കാരിൽ നമ്മൾ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ ഭഗവാനെ ആ ഒരു നിമിഷം വിളിച്ചു നോക്കൂ. ഇവിടെ ഭഗവാന്റെ ദർശനത്തിലൂടെ ശക്തി സമാർജിക്കുന്നു. വീണ്ടും ഭഗവാനെ മുതുകിലേറ്റാനായിട്ട് പ്രാപ്തനാവുകയാണ് ഗരുഡൻ. നമ്മുടെ യാത്ര, നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള നമ്മുടെ ഈ യാത്ര ഭഗവാന്റെ ഒന്നിച്ചാണ് എങ്കിൽ നമ്മുടെ ഭാരം വളരെ ലളിതമായി, വളരെ ആസ്വാദ്യകരമായിട്ടായിരിക്കും പോവുക. വളരെ അനായാസമായിട്ട് പോകും. അതേസമയം വിപരീത ദിശയിലേക്കാണ് നമ്മുടെ യാത്ര എങ്കിൽ നമ്മുടെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. അത് പ്രശ്നങ്ങളും ദുരിതങ്ങളുമായിട്ടായിരിക്കും വരിക. വള്ളിക്കാവിലെ അമ്മ പറയും, നമ്മൾ ഈശ്വരനെ തേടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവിടെ നിന്ന് 100 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരും എന്ന്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നല്ലൊരു ഏകാദശി ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.